ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ എനിക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് മക്കളില്ലാതെ ഒരു നിമിഷം എന്നുള്ള കാര്യം. അപ്പോൾ അതുപോലെ മക്കളും അനിയന്മാരും മറ്റെല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത പോലെ വൃദ്ധസദനങ്ങളിലൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ആരും വേണ്ടാതെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന ആളുകളെല്ലാം ചേർത്തിണക്കി അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ പരിപാലിക്കുന്നൊരു സ്ഥലമാണ് ഹിമ. ഇത് നിലമ്പൂരാണ്. മദേഴ്സ് ഡേൻ്റെ അന്ന് ഞാനും എൻ്റെ കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു അടിപൊളി പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ദിവസം അവരുടെ കൂടെ അവരുടെ മകളായിട്ട് അനിയത്തിയായിട്ട് അവരുടെ ആരൊക്കെയോ ആയിട്ട് അവരുടെ കൂടെ ആടിപ്പാടി അന്നത്തെ ഒരു ദിവസം അവർക്ക് മറക്കാനാവാത്തൊരു ദിവസമാക്കി മാറ്റി. അന്നത്തെ ദിവസം അവർക്കുള്ള ഭക്ഷണം നമ്മുടെ വകയായിരുന്നു. അതുപോലെ അവർക്ക് കുറച്ച് പേയ്മെൻറ്റ് കൊടുക്കാനും പറ്റി. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ കുറച്ച് മാക്സികൾ കൊടുത്തിട്ടുണ്ട്, ഒരാൾ അരി കൊടുത്തിട്ടുണ്ട്. പറ്റുന്നത് പോലെ ഞങ്ങളെല്ലാവരും ചേർന്ന് നല്ലൊരു സംഖ്യ അവിടെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനുള്ള വീടുകളാണ്. വീടുകൾക്കുള്ളിലേക്കൊന്നും കയറിയിട്ട് വീഡിയോ എടുക്കാനും ഇതിനൊന്നും സമ്മതമില്ല. അത് ഓരോരുത്തർ ദുരുപയോഗം ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അവരിലൊരാളായിട്ട് മാറി അവരുടെ കൂടെ ആ ഒരു ദിവസം മുഴുവൻ എൻജോയ് ചെയ്യാൻ പറ്റി. വൃദ്ധസദനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷെ അർഹതപ്പെട്ട സഹായം ആവശ്യമുള്ളവർക്ക് അത് എത്തിക്കാൻ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ പലതുള്ളി പെരുവെള്ളം പോലെ ഒരുമിച്ച് നിന്നാൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും കൂടി. പുതുതായിട്ടൊരു സ്കൂളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന സഹായം ചെയ്ത് കൊടുക്കാനുള്ള നമ്പർ ഇതിലുണ്ട്.